കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലും മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലും ABVPയുടെ നേതൃത്വത്തിൽ വിഭജന ഭീതി ദിനം ആചരിച്ചു. പ്രവർത്തകർ പ്ലക്കാർഡുകൾ ഉയർത്തി. വിമർശനങ്ങളും വിവാദങ്ങളും തുടരുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ABVP രണ്ട് കോളേജുകളിൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് സാരംഗ് സുരേഷ് ഉണ്ട്. അതിനു മുമ്പ് ഒരു പ്രതികരണം. ഗവർണർ പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഇതിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. ഇനി വളർന്നു വരുന്ന വിദ്യാർത്ഥികളെല്ലാവരും ഈ ഒരു വിഷയത്തെ പറ്റി കൂടുതൽ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ABVP ഒരു വിഷയം ഇന്നിങ്ങനെ ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ നമ്മളിവിടെ നടത്തിയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ഇത്തരത്തിലുള്ള ഭൂതകാല കാര്യങ്ങളെല്ലാം നമ്മളെ ചരിത്രം പഠിക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തിലെ തന്നെ 10 ദുരന്തങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും പ്രസക്തിയാർന്നൊരു സംഭവമാണിത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഒരിക്കലും ആരും ഇനി വരുന്ന തലമുറ അതൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ഇതൊക്കെ മൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധവും കൂടിയാണിത്. അതേസമയം SFIയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. കാസർഗോഡ് നിന്ന് സാരംഗ് സുരേഷ് വിവരങ്ങളുമായി. സാരംഗ്, ഇപ്പോൾ രണ്ട് കോളേജുകളിലാണ് ABVP വിഭജന ഭീതി ദിനം ആചരിച്ചത്. അതിനിടയിൽ SFIയുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും കാണുന്നുണ്ട്. രതീഷ്, ഇന്ന് പുലർച്ചയോടുകൂടി തന്നെയാണ് ABVP കാസർഗോഡ് ജില്ലയിൽ വ്യാപകമായ തോതിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിലാണ് പ്രതിഷേധം നടന്നത്. ഇന്ന് പുലർച്ചെ 12:30 അവിടെ പ്രതിഷേധം നടന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജിലും അതിന് തൊട്ടു പിന്നാലെ തന്നെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലും ഇത്തരത്തിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചത്. വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളും അതോടൊപ്പം തന്നെ മുദ്രാവാക്യങ്ങളും രേഖപ്പെടുത്തിയ പ്ലക്കാർഡുകൾ അവർ ക്യാമ്പസിന് മുൻപിൽ തന്നെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ നേരത്തെ ഇവിടെ SFI ജില്ലാ ഭാരവാഹികളടക്കം പറഞ്ഞിരുന്ന കാര്യമാണ്, സർക്കാർ ക്യാമ്പസുകൾക്കകത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണെങ്കിൽ അത് തടയുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് SFI നൽകിയിരുന്നു. ഇപ്പോൾ തൊട്ടു പിന്നാലെ തന്നെ SFI പ്രവർത്തകർ പ്രകടനവുമായി രംഗത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് അവർ ഭരണഘടനയുടെ ആമുഖവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്.